ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കിടിലൻ റെസിപ്പിയാണ്. ബേബിക്കോൺ പനീർ ചില്ലിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയായിരിക്കും ഞാൻ എവിടെയാണെന്ന്. എൻ്റെ കോളേജ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കോളേജിലാണ്. ബ്രേക്ക് സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേബിക്കോൺ പനീർ ചില്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ബേബിക്കോണാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കോളേജിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പനീറും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ബേബിക്കോൺ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പനീറും ബേബിക്കോണും ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ചാണ് ആഡ് ചെയ്യുന്നത്, ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബേബിക്കോണിൻ്റെ എല്ലാ പീസസും നന്നായിട്ട് ഇതുപോലത്തെ ഒരു സൈസിൽ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബേബിക്കോൺ ഇട്ട് കൊടുക്കാം. ഒരുപാട് വെന്ത് പോകരുത്, ഇങ്ങനെ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഒരുപാട് വേവിക്കരുത്, 1 മിനിറ്റ് ഒക്കെ ഇട്ടാൽ മതിയാകും ചൂടുവെള്ളത്തിൽ. എന്നിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ മിക്സ് ചെയ്ത മാവിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് പനീർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിതിലിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. നമ്മുടെ പനീറിൽ തന്നെ ഉള്ളൊരു നനവ് തന്നെ മതിയാവും. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബേബിക്കോണും കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പനീറിൻ്റെ പീസസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പനീർ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് നമുക്ക് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു പരുവത്തിൽ വറുത്തെടുത്താൽ മതിയാകും. ഇനി പനീർ വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ നമ്മളിപ്പോൾ കോട്ട് ചെയ്ത് വെച്ച ബേബിക്കോണില്ലേ, അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പനീർ കോട്ട് ചെയ്ത് അതിൻ്റെ ബാക്കി മാവാണിത്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ബേബിക്കോണും കൂടി അതുപോലെ ആഡ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതും സെയിം നമ്മൾ പനീർ വറുത്തതുപോലെ വറുത്തെടുക്കാം. ഇതിൽ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേബിക്കോണും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ബേബിക്കോണും പനീറും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, പനീറും ബേബിക്കോണും രണ്ടും ഒരുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ചില്ലി എങ്ങനെയാണ് ആക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാട് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ചില്ലിയാണ് ചെയ്യുന്നത്, ഒരുപാട് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾ ആയാലും ഉള്ളി ആണെങ്കിലും. അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം, അരിഞ്ഞത്. എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ ക്യാപ്സിക്കം ഇട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് സോയാ സോസാണ്. അപ്പോൾ ഞാനിതൊരു 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സോയാ സോസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചില്ലി ഗാർലിക് സോസാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഇതിന് പകരം റെഡ് ചില്ലി സോസ് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഞാനിത് ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഷെജ്വാൻ സോസാണ്. ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഷെജ്വാൻ സോസ് ആഡ് ചെയ്യുന്നത്. നല്ലൊരു ചൈനീസ് ഫ്ലേവർ കിട്ടും നമുക്ക് ഈ സോസ് ആഡ് ചെയ്യുമ്പം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ സോസുകൾ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉപ്പ് നോക്കുക. കാരണം നമ്മുടെ സോസുകളിൽ ഉപ്പുണ്ടാവും ആവശ്യത്തിന്. അപ്പോൾ അത് ഉപ്പ് കുറവാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഗ്രേവി എത്രയാണോ വേണ്ട അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തിക്ക് കൺസിസ്റ്റൻസി ആക്കാനായിട്ട് കോൺഫ്ലോറിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സോസ് നല്ലൊരു ഗ്രേവി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും, കുറച്ച് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 സ്പൂണ് കോൺഫ്ലോറിൻ്റെ മിശ്രിതം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു തിക്കാവുന്ന ഒരു പരുവം നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. കോൺഫ്ലോർ ആഡ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഈ ഗ്രേവി ഇങ്ങനെ കുറച്ചായിട്ട് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ പെപ്പറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യരുത്. നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്താൽ. അപ്പോൾ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലിയുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബേബി കോണും പനീറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല അടിപൊളി ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചില്ലിക്ക്. ഇനി ഇതൊരു 1 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് ഈ സോസും ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആവാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ നമ്മൾ തയ്യാറാക്കിയ സോസിൻ്റെ ഫ്ലേവർ എല്ലാം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തതെല്ലാം ഇങ്ങനെ കുതിർന്നു പോകും ഫുൾ ഇതിനകത്തേക്ക്. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആവാൻ പാടില്ല. ജസ്റ്റ് ഈ സോസിൻ്റെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒരു മാക്സിമം 1 മിനിറ്റൊക്കെ മതിയാകും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബേബിക്കോൺ പനീർ ചില്ലി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ അടിപൊളി ബേബിക്കോൺ പനീർ ചില്ലി ഇതാ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ബേബിക്കോൺ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.